കെ.വി. തോമസ് തിരിച്ചെത്തുന്നതിനു മുന്നേ ഘടകകക്ഷി അംഗങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടായിരുന്നു എറണാകുളത്ത് ഹൈബി ഈഡന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷൻ കെ. മുരളീധരനാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസ് നേതാക്കളും മുതിർന്ന ഘടകകക്ഷി നേതാക്കളും തുടങ്ങി യുഡിഎഫിന്റെ നേതാക്കളെല്ലാം പങ്കെടുത്തതായിരുന്നു എറണാകുളത്തെ ഹൈബീഡന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ. സിറ്റിംഗ് എം.പി. കെ.വി. തോമസിന്റെ വികസന പ്രവർത്തനങ്ങൾ ഊന്നിപ്പറഞ്ഞായിരുന്നു ഹൈബീഡന്റെ പ്രസംഗം. പ്രൊഫസർ കെ.വി. തോമസ് നടപ്പാക്കിയ വികസന പദ്ധതികൾ, അദ്ദേഹത്തിന്റെ ഒരുപാട് ജനക്ഷേമകരമായ അദ്ദേഹത്തിന്റെ ട്രസ്റ്റിന്റെ വിദ്യാധനം ട്രസ്റ്റിന്റെ പരിപാടികൾ, അദ്ദേഹം ഈ ദീർഘകാലം ഈ നഗരത്തിന് വേണ്ടി, ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ പദ്ധതികൾ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ തുടർച്ചയാണ് എന്റെ ഈ തെരഞ്ഞെടുപ്പ്. കേരള കോൺഗ്രസിൽ സീറ്റ് തർക്കം രൂക്ഷമായ ശേഷം ഇതാദ്യമായാണ് ജോസ് കെ മാണിയും പി ജെ ജോസഫും ഒരേ വേദിയിലെത്തുന്നത്. നേതാക്കളെല്ലാം ഒരേ വേദിയിൽ അണിനിരുന്നതോടെ യുഡിഎഫിന്റെ ശക്തി പ്രകടന വേദിയായി എറണാകുളത്തെ കൺവെൻഷൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് വേദിയിൽ കെ. മുരളീധരൻ ഉന്നയിച്ചത്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരുന്നു ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഒരു ഭരണമായിരുന്നു നരേന്ദ്രമോദിയുടെ ഭരണം. എല്ലാ രംഗത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ LDF ഏറെ മുന്നിലാണെങ്കിലും സിറ്റിംഗ് MLA ആയ ഹൈബീഡിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF. 24 കൊച്ചി.